ലാലേട്ടൻ വളരെ തിരക്കിലിരുന്ന ഒരു സമയത്ത് ആ കഥ പറയുന്നതെന്നും പുള്ളിക്ക് ആദ്യം ഒരു വിമുഖത ഉണ്ടായിരുന്നു ആ തിരക്കുകൾ കാരണം എന്ന് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും വേറൊരു നടനെ ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു സമയത്ത്? മറ്റൊരാളിലേക്ക് ഇല്ല ഒരിക്കലും ആലോചിച്ചില്ല. കാരണം ലാല് നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. ഈ കഥ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ലാല് ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ ലാലും ലോഹിയായിട്ടൊരു സിനിമ അതിന് മുമ്പ് ചെയ്തിട്ടില്ല. ഞാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ശേഷം ഞാൻ ലാലുമായിട്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട സമയത്ത് കൂടെ 3-4 സിനിമകൾ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനൊരു സ്വതന്ത്ര സംവിധാനമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ദൂരെ ദൂരെ കൂടുകൂട്ടമാണ്. അതെൻ്റെ 3ാമത്തെ സിനിമയായിരുന്നു. പിന്നീട് ഞാൻ ലാലില്ലാതെ മമ്മൂട്ടിയും മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ പടങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ലോഹിക്ക് അങ്ങനെ ലാലുമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കഥ വന്നപ്പോൾ തൊട്ട് ഞങ്ങളെ രണ്ടുപേരുടെ മനസ്സിൽ ലാല് തന്നെയായിരുന്നു. ലാലിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ലാലിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു പ്രോജക്റ്റായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ലാലിൻ്റെ അടുത്ത് ഇത് പറയാനായിട്ട് ചെല്ലുമ്പോൾ ഈ പ്രൊഡ്യൂസർമാർ ഇപ്പം കിരീടം ഉണ്ണിയാണെങ്കിൽ ലാലിൻ്റെ എന്താണ് കോളേജ് കാലത്തുള്ള സൗഹൃദമുള്ള ആൾക്കാരാണ്.